ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്ലസ് ടുവിലെ ആദ്യത്തെ യൂണിറ്റായ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്നതിലെ മാച്ച് ബോക്സ് എന്ന കഥയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിൻ്റെ പറന്നുയരൽ എന്ന ഈ അധ്യായത്തിൽ സ്ത്രീത്വത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സാധാരണ ഇന്ത്യൻ കുടുംബങ്ങളിൽ വ്യാപകമായ ആരോഗ്യപരമല്ലാത്ത സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ കഥയാണ് ആശപൂർണ ദേവിയുടെ മാച്ച് ബോക്സ് എന്ന ഈ കഥ. ഈ കഥയുടെ തലക്കെട്ടിൽ പറയുന്നത് പോലെ തന്നെ ആശപൂർണ ദേവി സ്ത്രീകളെ തീപ്പെട്ടികളോടാണ് ഉപമിച്ചിരിക്കുന്നത്. തീപ്പെട്ടികൾക്ക് ചുറ്റുമുള്ളതിനെ എരിയിച്ചു കളയാനുള്ള ശക്തിയുണ്ട്, പക്ഷേ അവ ശാന്തവും സാധുവുമായി കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യർ അവയെ കീശയിലും അടുക്കളയിലും യാതൊരു ഭയവുമില്ലാതെ കൈകാര്യം ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് സ്ത്രീകളും. There are two ways of spreading light: to be the candle or the mirror that reflects it. പ്രകാശം പരത്തുന്നതിന് രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ മെഴുകുതിരിയാവുക, അല്ലെങ്കിൽ അതിനെ പ്രതിഫലിക്കുന്ന കണ്ണാടിയാവുക. സ്വയം ഉരുകിത്തീരുന്ന മെഴുകുതിരിയാകണോ അതോ കണ്ണാടിയാകണോ എന്ന് സ്ത്രീ തന്നെ സ്വയം തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. പാഠത്തിലോട്ട് പോകുന്നതിനു മുമ്പ് ആശപൂർണ ദേവിയെക്കുറിച്ച് പറയാം. ബംഗാളി കവയത്രിയും കഥാകാരിയുമാണ്. ജ്ഞാനപീഠ്, പത്മശ്രീ എന്നീ പുരസ്കാരങ്ങൾ നൽകി ഇന്ത്യൻ ഗവൺമെൻറ് അവരെ ആദരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഥയുടെ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള മീനിങ് പറയാം. മാച്ച് ബോക്സ്, ആശപൂർണ ദേവി. ഐ ഓൾവേസ് കമ്പയർ വിമൻ ടു മാച്ച് ബോക്സസ്. ഞാൻ എപ്പോഴും സ്ത്രീകളെ തീപ്പെട്ടികളോടാണ് താരതമ്യം ചെയ്യാറുള്ളത്. വൈ? എന്തുകൊണ്ടെന്നാൽ ബിക്കോസ് ഓഫ് ദ വേ മാച്ച് ബോക്സസ് ആർ. കാരണം തീപ്പെട്ടികൾ എങ്ങനെയാണോ അതുകൊണ്ട്. ഈവൻ ദോ ദേ ഹാവ് ഇനഫ് gunpowder ടു സെറ്റ് 100 ലങ്കാസ് അഫ്ലെയിം. അവക്ക് 100ഓളം ലങ്കകൾ കത്തിയെരിക്കാനുള്ള വെടിമരുന്ന് ഉണ്ടെങ്കിൽ കൂടെ ദേ സിറ്റ് എറൗണ്ട് മീക്ക് ആൻഡ് ഇന്നസെൻറ്റ്. അവ ശാന്തമായും നിഷ്കളങ്കമായും ഇരിക്കും. മീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കമായി. ഇൻ ദ കിച്ചൺ, അടുക്കളയിലായിക്കോട്ടെ. ഇൻ ദ പാൻട്രി, സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തായിക്കോട്ടെ. ഇൻ ദ ബെഡ്റൂം, കിടപ്പുമുറിയിലായിക്കോട്ടെ. ഹിയർ, ദ, എനിവർ, ഇവിടെ, അവിടെ, എവിടെയും. വിമൻ ടു ആർ എക്സാക്ട്ലി ദ സെയിം. സ്ത്രീകളും ഇതുപോലെ തന്നെയാണ്, കൃത്യമായി ഇതുപോലെയാണ്. ലങ്ക എന്നതുകൊണ്ട് രാവണന്റെ ലങ്കയ്ക്ക് തീയിട്ട രാമന്റെ ഹനുമാൻ സൈന്യത്തിൻ്റെ കഥയും രാമായണവുമാണ് പരാമർശിക്കുന്നത്. യു വാണ്ട് ആൻ എക്സാമ്പിൾ? നിങ്ങൾക്ക് ഇതിനൊരു ഉദാഹരണം വേണോ? ഇനി എഴുത്തുകാരി നമുക്ക് ഒരു കഥ പറഞ്ഞു തരികയാണ്. ദെൻ ലുക്ക് കെയർഫുള്ളി അറ്റ് ദാറ്റ് ഇനോമസ് 3-story ഹൗസ് ഇൻ ഫ്രണ്ട് ഓഫ് us. എങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഉഗ്രമായ ആ വലിയ 3 നിലയുള്ള വീട് സൂക്ഷിച്ചു നോക്കുക. സൺഡേ മോർണിംഗ്, ഞായറാഴ്ച പ്രഭാതമാണ്. ദ വാഷർമാൻ ഹാസ് കം ആൻഡ് ഈസ് വെയിറ്റിംഗ്. അലക്കുകാരൻ വന്നു, എന്നിട്ട് കാത്തു നിൽക്കുകയാണ്. മൊമെന്റ്സ് ബിഫോർ ഹാൻഡിങ് ഓവർ എ ഹീപ്പ് ഓഫ് അജിത്'s dirty clothes to the washerman, Nomida goes through the pockets one last time and discovers the letter. അജിത്തിൻ്റെ അഴുക്കു വസ്ത്രങ്ങളുടെ കൂമ്പാരം അലക്കുകാരന് കൈമാറുന്നതിന് മുമ്പായി നൊമിത അവയുടെ പോക്കറ്റുകൾ പരിശോധിച്ചു. അതിൽ നിന്നും ഒരു കത്ത് കണ്ടെത്തി. ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് നോമിത. അവളുടെ ഭർത്താവാണ് അജിത്ത്. A twisted, crumpled envelope with its mouth torn and on the envelope Nomida's name. ചുരുട്ടി മടക്കിയതും മുകൾ ഭാഗം കീറിയതുമായ ഒരു കവർ. മാത്രമല്ല ആ കത്തിൻ്റെ കവറിൽ നോമിതയുടെ പേരുമുണ്ട്. അതായത് ആ കത്ത് നോമിതക്കുള്ളതായിരുന്നു. എ ഫ്ലെയിം ഗോസ് അപ്ഡോപ്പ് ഇൻ ഓൾ നോമിദാസ് നെർവ്സ് ആൻഡ് വെയിൻസ്. നോമിതയുടെ നാഡീനരമ്പുകളിലൂടെ കോപാഗ്നി കടന്നുപോയി. ഷീ ഡ്രോപ്സ് ദ ക്ലോത്ത്സ് ഇൻ ഹെർ ഹാൻഡ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ബെഡ് ടു ഓപ്പൺ ദ ലെറ്റർ. അവൾ തൻ്റെ കയ്യിലുള്ള വസ്ത്രങ്ങൾ താഴെയിട്ടു, എന്നിട്ട് കത്ത് തുറക്കാൻ വേണ്ടി കിടക്കയിലിരുന്നു. ഫസ്റ്റ് തിങ് ഷീ ലുക്സ് അറ്റ് ഈസ് ദ ഡേറ്റ്. ആദ്യം അവൾ നോക്കിയത് അതിൻ്റെ തീയതിയായിരുന്നു. ഗോയിങ് ബൈ ദ ഡേറ്റ് ദ ലെറ്റർ മസ്റ്റ് ഹാവ് കം അബൌട്ട് 3 days earlier. തീയതി നോക്കിയപ്പോൾ എന്ത് മനസ്സിലായി? തീർച്ചയായും കത്ത് 3 ദിവസം മുമ്പ് വന്നതാണ്. ഷീ ടേൺസ് ഓവർ ദ എൻവലപ്പ് ആൻഡ് മാച്ചസ് ദ പോസ്റ്റ്മാർക്ക് ടു ദ ഡേറ്റ്. അവൾ കത്തിൻ്റെ ഉറമറിച്ച് തപാൽ മുദ്രയും തീയതിയും തമ്മിൽ ചേർത്ത് നോക്കി. That too bears the same witness. അതും
അതേ സാക്ഷി തന്നെയായി. അതിൽ നിന്നും മനസ്സിലായതും 3 ദിവസം മുമ്പേ തന്നെയാണ് കത്ത് വന്നിട്ടുള്ളത് എന്നാണ്. യെസ്, ദ ലെറ്റർ കെയിം 3 days ago. അതെ, കത്ത് 3 ദിവസം മുമ്പ് വന്നതാണ്. അജിത് ഹാസ് ഓപ്പൺഡ് ഇറ്റ് ആൻഡ് റീഡ് ഇറ്റ്. അജിത് അത് തുറന്നിട്ടുണ്ട്, അത് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. നൊമിതയുടെ ഭർത്താവായ അജിത് എന്ത് ചെയ്തിട്ടുണ്ട്? അത് വായിച്ചിട്ടുണ്ട്. Then crumpled it and twisted it and dropped it into his pocket and left it there. എന്നിട്ട് അവൻ അത് ചുരുട്ടി മടക്കി അദ്ദേഹത്തിൻ്റെ കീശയിൽ ഇട്ടു. അത് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. Hasn't felt the need to mention it even once to Nomida. നോമിതയോട് ഇതേക്കുറിച്ച് ഒരു തവണയെങ്കിലും പറയണമെന്ന ആവശ്യം തോന്നിയില്ല. The flame that had gone up top now burned steadily, hissing, sounding its note on each of her mind's strings. മുകളിലേക്ക് പൊങ്ങി ഉയർന്ന ആ ഒരു കോപാഗ്നി നിന്ന് കത്താൻ തുടങ്ങി. മാത്രമല്ല ഹിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം പുറത്തേക്ക് വിട്ടു. എന്നിട്ട് മനസ്സിൻ്റെ ചരടുകളിൽ അതിലെ ഓരോ വരികളും മുഴങ്ങുന്നത് പോലെ തോന്നി. Because this incident is not a casual oversight, it's deliberate. കാരണം ഈ ഒരു സംഭവം യാദൃശ്ചികമായ തെറ്റല്ല, അതായത് നോട്ടപ്പിഴവ് കൊണ്ട് ഉണ്ടായതല്ല, മനഃപൂർവ്വം ഉണ്ടായതാണ്, ഡെലിബറേറ്റ് ആണ്. അജിത്സ് നേച്ചർ ഈസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അജിത്തിൻ്റെ സ്വഭാവം ശരിക്കും അങ്ങനെയാണ്. Somehow he has gained possession of the key to the letter box. എങ്ങനെയൊക്കെയോ അവൻ തപാൽ പെട്ടിയുടെ താക്കോലിൻ്റെ അധികാരം, അതായത് കൈവശം വെക്കൽ നേടിയിട്ടുണ്ട്. ഫിഷിംഗ് ഇറ്റ് ത്രൂ ദ ഗ്യാപ്സ് എമംഗ് ദ 52 hands ഓഫ് ദിസ് ജോയിൻറ്റ് ഫാമിലി. അവർ ജീവിക്കുന്നത് ഒരു വലിയ കൂട്ടുകുടുംബത്തിലാണ്. അവിടെയുള്ള 52ഓളം കൈകൾക്കിടയിലൂടെ വന്നുകൊണ്ട് ആ താക്കോൽ എങ്ങനെയൊക്കെയോ അവൻ്റെ കൈവശമായിട്ടുണ്ട്. And whenever there is a letter with Nomida's name on the envelope, he opens and read it first. എപ്പോഴൊക്കെയാണോ കത്തിൻ്റെ കവറിൽ നോമിതയുടെ പേരുള്ള കത്ത് കണ്ടു കഴിഞ്ഞാൽ അവൻ അത് തുറന്ന് വായിക്കും. And only then does he give it to her. എന്നിട്ട് മാത്രമേ അവൻ അത് അവൾക്ക് കൊടുത്തിരുന്നുള്ളൂ. It's possible that oftentimes he doesn't give it to her at all. പലപ്പോഴും അയാൾ അത് അവൾക്ക് കൊടുക്കാതിരിക്കാനുമുള്ള സാധ്യതയുമുണ്ട്. അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ദാറ്റ്സ് ദ സസ്പീഷൻ ദാറ്റ് ഹാസ് ടേക്കൻ ഡീപ്പ് റൂട്ട് ഇൻ നോമിദാസ് മൈൻഡ്. ഏറ്റവും കുറഞ്ഞത് അതായിരിക്കും നോമിതയുടെ മനസ്സിൽ വളരെ ആഴത്തിൽ വേരൂന്നിയ സംശയം. സസ്പീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയം. അജിത്ത് മുമ്പും ഇങ്ങനെ കത്ത് അവൾക്ക് കൊടുക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവൾ ചിന്തിക്കുന്നത്. Even though to this day Ajit cannot truthfully make the claim that he has been able to discover any letter in the slightest degree suspicious. എന്നിരുന്നാലും ഈ ദിവസം വരെ ചെറിയ തോതിലെങ്കിലും സംശയം തോന്നുന്ന ഒരു കത്ത് തനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് സത്യത്തിൽ അജിത്തിന് ഒരിക്കലും അവകാശപ്പെടാൻ കഴിയില്ലായിരുന്നു. Still, this ugly habit of his won't go. എങ്കിലും ഇപ്പോഴും അവൻ്റെ ഈ മോശമായ സ്വഭാവം പോയിട്ടില്ല. Not with Nomida's anger, നോമിതയുടെ കോപം കൊണ്ടും, not with her taking offense, അവളുടെ കുറ്റപ്പെടുത്തൽ കൊണ്ടും, നോട്ട് വിത്ത് ബിറ്റർ റിപ്രോച്ചസ്, കൈപ്പേറിയ ശകാരം അല്ലെങ്കിൽ നിന്ദ കൊണ്ടും, ഹർ ട്രൈയിങ് ടു ഷെയിം ഹിം, അവനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടും, സർക്കാസം, പരിഹസിച്ചും, നോട്ട് വിത്ത് എനിത്തിങ്, ഒന്നുകൊണ്ടും അവൾക്ക് അവനെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇഫ് ഷീ മെൻഷൻസ് ഇറ്റ്, ഇനി അതവൾ പരാമർശിച്ചാൽ, ഫസ്റ്റ് ഹി ട്രൈസ് ടു ലോഫ് ഇറ്റ് എവേ, ആദ്യം അവനത് ചിരിച്ചു തള്ളാൻ നോക്കും. ആൻഡ് ഇഫ് ലോഫർ ഡസൻറ്റ് ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടർ ഹി സ്കോൾസ് ഹർ, ചിരി അവനെ അതിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവൻ അവളെ ചീത്ത വിളിക്കും. ഷീ സിറ്റ്സ് പെർഫെക്റ്റ്ലി സ്റ്റിൽ ഫോർ എ മിനിറ്റ് ആൻഡ് റീഡ്സ് ദ ലെറ്റർ ത്രൂ, അവൾ 1 മിനിറ്റോളം അങ്ങനെ തന്നെ ഇരുന്നു, എന്നിട്ട് കത്ത് വായിച്ചു. ഇറ്റ്സ് നത്തിങ് മച്ച്, എ ലെറ്റർ ഫ്രം നോമിദാസ് മദർ, അത് മറ്റൊന്നുമല്ല നൊമിതയുടെ അമ്മയുടെ പക്കൽ നിന്നുമുള്ള ഒരു കത്താണ്. ഇറ്റ്സ് ഹർ സ്റ്റാൻഡേർഡ് സ്പീച്ച്,
അതിൽ അവരുടെ സാധാരണയുള്ള വർത്തമാനങ്ങളായിരുന്നു. The good woman has once again placed on the record the news of her various hardships and complaints getting worse. ആ സ്ത്രീ ഒരിക്കൽ കൂടി അവരുടെ വ്യത്യസ്തമായ പ്രയാസങ്ങളും കൂടുതൽ മോശമാകുന്നതിനെക്കുറിച്ചുള്ള പരാതികളുടെയും വാർത്തകളുടെ ഒരു രേഖയാണ് വെച്ചിട്ടുള്ളത്. മിസ്ഫോർച്യൂൺ അപ്പോൺ മിസ്ഫോർച്യൂൺ, നിർഭാഗ്യത്തിൻ്റെ മുകളിൽ നിർഭാഗ്യമെന്നു പറയട്ടെ. The ceiling of her room is cracked and the rainwater falls through in ceaseless streams. അവളുടെ മുറിയിലെ മച്ച് തകർന്നിരിക്കുന്നു. അതിലൂടെ മഴവെള്ളം അകത്തേക്ക് അതിരുകളില്ലാത്ത അരുവി പോലെ വരുന്നുണ്ട്. If this is not immediately remedied, ഇത് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ, she will have to die crushed under the weight of a collapsed roof. തകർന്ന കൂരയുടെ ഭാരത്തിനു കീഴിൽ അവൾക്ക് തകർന്നു മരിക്കേണ്ടി വരും. Of course, she does not dread that eventually. തീർച്ചയായും അവൾക്ക് അങ്ങനെ പേടിക്കാനുള്ള സാധ്യതയില്ല. Her daughter is a queen. അവളുടെ മകൾ ഒരു രാജ്ഞിയാണ്. Her son-in-law high-minded, large-hearted. അവളുടെ മരുമകനാകട്ടെ വിശാല ഹൃദയമുള്ളവനും വലിയ മനസ്സുള്ളവനുമാണ്. Therefore, etc. etc. അതുകൊണ്ട് തന്നെ അങ്ങനെ. An indigent widow without husband or son. ഒരു ദരിദ്രയായ വിധവയാണ്, ഭർത്താവോ മകനോ ഇല്ല. ഇൻഡിജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദരിദ്രയായ. ഷി വാസ് സക്സസ്ഫുൾ ഇൻ consigning her daughter to a wealthy family's house on the strength of looks alone. സൗന്ദര്യത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രം തൻ്റെ മകളെ ഒരു ധനിക കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ അവൾ വിജയം കൈവരിച്ചിട്ടുണ്ട്. But the good lady has never stopped taking credit at the slightest opportunity for her skill in the matter. അതിൻ്റെ സൽപ്പേര് നിലനിർത്തുന്നതിന് വേണ്ടി അവർ എപ്പോഴും ചെറിയ അവസരങ്ങൾ കണ്ടെത്തിയിരുന്നു. She has been finding such opportunities all along. അങ്ങനെ ഒരു അവസരം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. Whenever Ajit sees a new letter from Nomida's mother, he smiles derisively and says, എപ്പോഴെങ്കിലും അജിത്ത് നോമിതയുടെ അമ്മയുടെ കത്ത് കണ്ടാൽ അവൻ പുച്ഛത്തോടെ ചിരിക്കും. എന്നിട്ട് പറയും, ഡെറിസീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛത്തോടെ, വൈ ബോദർ ടു റീഡ് ദാറ്റ്, എന്തിനത് വായിക്കേണ്ടിയിരിക്കുന്നു. ഐ വിൽ ഗോ ആൻഡ് ഫിൽ ഔട്ട് എ മണി ഓർഡർ ഫോം, പോയി ഒരു പണം അയക്കാനുള്ള ഫോം പൂരിപ്പിച്ചേക്കാം. നോമിതാസ് ഹെഡ് ഹാങ്സ് ലോ വിത്ത് ദ ഷെയിം ആൻഡ് ദ ഇൻസൾട്ട് ഓഫ് ഇറ്റ്. നോമിതയുടെ ശിരസ് അപമാനത്താലും നാണത്താലും താഴ്ന്നു കിടക്കും. സോ അതുകൊണ്ട് തന്നെ സം ടൈം എഗോ, കുറച്ച് സമയങ്ങൾക്ക് മുമ്പേ, ഔട്ട് ഓഫ് ആങ്കർ ആൻഡ് ഗ്രീഫ്, ദേഷ്യത്താലും സങ്കടത്താലും, നോമിത ഫോർബേഡ് ഹെർ മദർ ഫ്രം റൈറ്റിംഗ് ടു ഹെർ ഓൺ പോസ്റ്റ് കാർഡ്സ്. നോമിത തൻ്റെ അമ്മയെ അവൾക്ക് കത്ത് പോസ്റ്റ് കാർഡ് വഴി എഴുതുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. ഫോർബേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കുക. She thought that from then on she would try to send her a little money. അവൾ ചിന്തിച്ചു അന്ന് മുതൽ കുറച്ചു പണം അമ്മക്ക് അയക്കാൻ ശ്രമിക്കണമെന്ന്. Whatever she could pull together in secret. എത്രയാണോ അവൾക്ക് ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്നത് സ്വകാര്യമായി അതെല്ലാം. സോ അതുകൊണ്ട് തന്നെ this was what came of letters in envelopes too. ഇതൊക്കെയായിരുന്നു ആ കവറുകളിലെ കത്തിൽ വന്നിരുന്നത്. സഡൻലി നോമിത ഫ്ലെയിംസ് ഇൻ ടു ആങ്കർ അറ്റ് ഹെർ മദർ. പെട്ടെന്ന് നോമിതക്ക് തൻ്റെ അമ്മയുടെ മേൽ രോക്ഷം വന്നു. വൈ ഡസ് ഷീ കീപ് ഓൺ ബെഗിങ് ലൈക്ക് ദിസ്? എന്തിനാണ് അവർ ഇങ്ങനെ ഇരക്കുന്നത്? വൈ വോണ്ട് ഷീ ലെറ്റ് നോമിത കീപ് ഹെർ സെൽഫ് റെസ്പെക്ട്, ഹെർ ഡിഗ്നിറ്റി? എന്തുകൊണ്ടാണ് അവർ നോമിതയെ തൻ്റെ സ്വയം ആദരവ്, അന്തസ്സ് നിലനിർത്താൻ അനുവദിക്കാത്തത്? No, this time she will write and tell her mother clearly. ഇല്ല, ഈ തവണ അവൾ തൻ്റെ അമ്മക്ക് എഴുതും, എന്നിട്ട് അമ്മയുടെ അടുത്ത് വ്യക്തമായി പറയും, I can't do any more. Don't hope for anything from me. എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട. Right then, അപ്പോൾ തന്നെ
Ajit steps into the room after finishing his leisurely Sunday bath. ഞായറാഴ്ചയിലുള്ള തൻ്റെ വിശാലമായ കുളിക്ക് ശേഷം അജിത് റൂമിലേക്ക് വന്നു. Nomida's sharp indignation at the insult, simmering all this while, seems to want to dash itself violently against him. ഈ സമയം വരെ തിളച്ചുകൊണ്ടിരുന്ന തൻ്റെ അപമാനത്തിനുള്ള ശക്തമായ കോപം അയാൾക്കു നേരെ അവൾ രോക്ഷം കൊണ്ട് ആഞ്ഞടിക്കുന്നതായി കാണപ്പെട്ടു. നോമിത roars out. നോമിത അലറി. When did this letter arrive? ഈ കത്ത് എപ്പോഴാണ് വന്നത്? അജിത് glances at her obliquely. അജിത് അവളെ പരോക്ഷമായി നോക്കി. obliquely എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോക്ഷമായി. Estimating the magnitude of his error. അവൻ്റെ തെറ്റിൻ്റെ അളവ് കണക്കാക്കുന്ന രീതിയിൽ. Another handful of cash for this. ഇതിനായി മറ്റൊരു പിടി പണം. He had thought. അവൻ ചിന്തിച്ചിരിക്കാം. And decided not to give the letter to നോമിത. എന്നിട്ട് അവൻ തീരുമാനിച്ചിരിക്കാം നോമിതക്ക് കത്ത് കൊടുക്കേണ്ട എന്ന്. He was going to tear it up and throw it away. അവൻ അത് കീറി വലിച്ചെറിയാൻ പോവുകയായിരുന്നു. He has made a big mistake. അവൻ ഒരു വലിയ തെറ്റ് ചെയ്തു. Not that Ajit is going to feel abashed about that. അജിത്ത് അതിനെക്കുറിച്ച് അപമാനിക്കാൻ പോകുന്നില്ല എന്നല്ല. abashed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപമാനം. As though trying hard to remember, he says, letter? What letter? ഓർമ്മിക്കാൻ കഠിനമായി ശ്രമിക്കുന്നു എന്ന പോലെ അവൻ പറഞ്ഞു, കത്തോ? എന്ത് കത്ത്? ഓഹോ യെസ് ഇൻഡീഡ് there was a letter from your mother. ഓ ശരിയാണ്, നിന്റെ അമ്മയുടെ കയ്യിൽ നിന്നും ഒരു കത്തുണ്ടായിരുന്നു. I just hadn't got around to giving it to you. നിനക്കത് തരാൻ ഞാൻ മറന്നു. Why hadn't you got around to it? എന്തുകൊണ്ട് അത് നിങ്ങൾ എനിക്ക് തരാൻ മറന്നു? Why? എന്തുകൊണ്ട്? Why? Answer me. എന്തുകൊണ്ട്? ഉത്തരം എനിക്ക് തരൂ. Why hadn't you got around to it? എന്തുകൊണ്ട് അത് നിങ്ങൾ എനിക്ക് തരാൻ മറന്നു? What a nuisance, Ajit says. I had forgotten. Why else? എന്തൊരു ശല്യമാണ്, അജിത്ത് പറഞ്ഞു. ഞാൻ മറന്നു, അല്ലാതെ എന്താ? Liar. നോമിത hisses like a snake. നുണയൻ. നോമിത ഒരു പാമ്പിനെ പോലെ ചീറി. നമുക്കറിയാം പാമ്പിൻ്റെ ദേഷ്യം വരുമ്പോഴാണ് അത് വിഷം ചീറ്റുക. ഈ ഒരു പ്രയോഗത്തിലൂടെ നോമിതയുടെ ദേഷ്യത്തിൻ്റെ അളവാണ് കാണിക്കുന്നത്. Why are you saying whatever comes to your mouth? Don't people forget? നീ എന്തിനാണ് വായിൽ വരുന്നതൊക്കെ പറയുന്നത്? ആളുകൾ മറക്കില്ലേ? No, they don't. Why did you open my letter? ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. എന്തിനാണ് നിങ്ങൾ എൻ്റെ കത്ത് തുറന്നത്? This charge Ajit tries to scatter to the winds. ഈ കുറ്റാരോപണം അജിത്ത് കാറ്റിൽ പറത്താൻ ശ്രമിച്ചു. അത് വിലയെ കൽപ്പിച്ചില്ല. ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റാരോപണം. What if I opened it? My own wife's letter. അത് ഞാൻ തുറന്നാൽ എന്താണ്? എൻ്റെ സ്വന്തം ഭാര്യയുടെ കത്ത്. Be quiet, I tell you. മിണ്ടാതിരിക്കൂ, ഞാൻ പറയാം. For what reason should you open my letters? എന്ത് കാരണത്തിനാണ് എൻ്റെ കത്തുകൾ നിങ്ങൾ തുറക്കുന്നത്? Haven't I told you 1,000 times not to? അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് 1000 തവണ പറഞ്ഞിട്ടില്ലേ? അജിത് doesn't fear നോമിതാസ് anger. അജിത്തിന് നോമിതയുടെ ദേഷ്യം ഭയമില്ല. He fears a row. അവൻ്റെ ഭയം ഒരു തർക്കത്തെയാണ്. row എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കം. So he smiles an affected smile and says, if you are forbidding it, then it's a definite something. അതുകൊണ്ട് അവൻ അത് ബാധിച്ചതുപോലെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ അത് വിലക്കുന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായും എന്തോ ഒന്നുണ്ട്. Shouldn't I make sure that no one is passing you love letters in secret? നിനക്ക് രഹസ്യമായി ആരും പ്രേമലേഖനമൊന്നും കൈമാറുന്നില്ലല്ലോ എന്ന് ഞാൻ ഉറപ്പുവരുത്തേണ്ടതില്ലേ? Stop it. What a common vulgar man you are. നിർത്തൂ, എന്തൊരു വൃത്തികെട്ട സാധാരണ പുരുഷനാണ് താങ്കൾ. After this, it's not possible for Ajit to smile his fake smile any longer. നോമിതയുടെ ഇങ്ങനെയുള്ള ഒരു ആരോപണത്തിന് ശേഷം കൂടുതൽ നേരം അജിത്തിന് തൻ്റെ കപട പുഞ്ചിരി ചിരിക്കാൻ കഴിഞ്ഞില്ല. Now he too picks up the poisoned knife.
ഇപ്പോൾ അവനും വിഷമുള്ള കത്തിയെടുത്തു. വിഷമുള്ള കത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദയയില്ലാത്ത, മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ. ഹി സേസ്, അവൻ പറഞ്ഞു. ഈസ് ദാറ്റ് സോ, അതുതന്നെ. Those who whine day and night and hold out their palms to their son-in-law, they are the high-class people. ചിലർ രാത്രിയും പകലുമില്ലാതെ തങ്ങളുടെ കൈപ്പത്തി അവരുടെ മരുമകൻ്റെ നേരെ നീട്ടി തേങ്ങുകയാണെങ്കിൽ അവർ വലിയ കുടുംബത്തിലെ ആളുകൾ തന്നെ. അജിത്ത് നോമിതയെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. എ ഡങ് പിക്കേഴ്സ് ഡോക്ടർ ബിക്കംസ് എ ക്വീൻ ആൻഡ് സോ, ഒരു ചാണകം വാരിയുടെ മകൾ രാജ്ഞിയായിരിക്കുന്നു. എന്നിട്ട് ഷട്ട് അപ്പ്, നോമിത യെൽസ്, മിണ്ടാതിരിക്കൂ, നോമിത അലറി. ദെയർ റൂംസ് ഓൺ ദ തേർഡ് ഫ്ലോർ, ദാറ്റ്സ് എ ബ്ലെസ്സിങ്. അവരുടെ മുറി 3-ാമത്തെ നിലയിലാണ്, അതൊരു അനുഗ്രഹമാണ്. അതർവൈസ് വിത്ത് ദാറ്റ് സ്ക്രീം എവ്രി വൺ വുഡ് ഹാവ് കം ടു ലുക്ക്. അല്ലെങ്കിൽ ആ ഒരു നിലവിളിയിൽ അവിടെയുള്ള എല്ലാവരും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാൻ വരുമായിരുന്നു. ഷട്ട് അപ്പ്, അജിത്ത് റോർസ് ഔട്ട്, മിണ്ടാതിരിക്കൂ, അജിത്തും അലറി. വാട്ട് ഷട്ട് അപ്പ്? ഐ വിൽ ഡു വാട്ട് ഐ വാണ്ട്, വാട്ട് ഐ പ്ലീസ്. വാട്ട് വിൽ യു ഡു? ക്യാൻ യു ഡു എനിത്തിങ്? എന്ത് മിണ്ടാതിരിക്കൂ എന്ന്? എനിക്ക് ഇഷ്ടമുള്ളതെന്തും ഞാൻ ചെയ്യും, എനിക്ക് തോന്നുന്നതെന്തും ഞാൻ ചെയ്യും. നീ എന്താണ് ചെയ്യുക? നിനക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഐ കാൺട്ട് ഡു എനിത്തിങ്. എനിക്ക് കഴിയില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓൾമോസ്റ്റ് പാൻഡിങ്, ഓൾമോസ്റ്റ് കിതച്ചുകൊണ്ടാണ് പറയുന്നത്. നോമിത പ്രൊനൗൺസസ് ഈച്ച് വേർഡ് ക്ലിയർലി. ഓരോ വാക്കും അവൾ വ്യക്തമായി ഉച്ചരിച്ചു. യു വാണ്ട് ടു സീ ഇഫ് ഐ ക്യാൻ ഡു എനിത്തിങ്? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നിനക്ക് കാണണോ? ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഷീ ഡസ് സംതിങ് ദാറ്റ് ഈസ് അസ്റ്റോണിഷിങ്. എന്നിട്ട് പെട്ടെന്ന് ആശ്ചര്യമുണ്ടാക്കുന്ന എന്തോ ഒന്ന് അവൾ ചെയ്തു. ഷീ ഗ്രാബ്സ് അജിത്സ് മാച്ച്ബോക്സ് ദാറ്റ്സ് ലൈയിങ് നിയർ ഹിസ് സിഗരറ്റ്സ് ഓൺ ദ ടേബിൾ ആൻഡ് ഫ്ലാഷ്. അവൾ മേശമേൽ അജിത്തിൻ്റെ സിഗരറ്റിൻ്റെ അടുത്തിരിക്കുന്ന തീപ്പെട്ടി എടുത്തു. ഷീ ലൈറ്റ്സ് എ മാച്ച് സ്റ്റിക്ക് ആൻഡ് ടച്ചസ് ഇറ്റ് ടു ഹർ സാരി. അവൾ ഒരു തീപ്പെട്ടി കത്തിച്ച് സാരിയിൽ തൊടിച്ചു. ഇൻസ്റ്റൻ്റ്ലി ഇറ്റ് ഫ്ലയേഴ്സ് അപ്പ്. തൽക്ഷണം അത് ആളിക്കത്തി. ഫ്ലയേഴ്സ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിക്കത്തി. ദ വെരി ഫൈൻ ആഞ്ചൽ ഓഫ് എ വെൽത്തി വൈഫ്സ് സാരി. ധനികയായ ഒരു ഭാര്യയുടെ സാരിയുടെ ഒരു ഭാഗം കത്തി. ദ വെരി നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ് അജിത്ത്, ഹാവ് യു ഗോൺ മാഡ്? അടുത്ത നിമിഷം തന്നെ അജിത്ത് പറഞ്ഞു, നിനക്ക് ഭ്രാന്തായോ? ഹി സേസ്, അങ്ങനെ പറഞ്ഞു. ആൻഡ് ജംപ്സ് ടു ഹർ സൈഡ്, എന്നിട്ട് അവളുടെ ഭാഗത്തേക്ക് ചാടി. ആൻഡ് ഗ്രാബ്സ് ദ ബേണിംഗ് പാച്ച് ആൻഡ് സ്ലാപ്സ് ഇറ്റ് ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ് ആൻഡ് പുട്ട്സ് ഔട്ട് ദ ഫയർ. എന്നിട്ട് ആ കത്തുന്ന ഭാഗം അവൻ്റെ കൈകൾക്കുള്ളിൽ വെച്ച് അടിച്ചു. അങ്ങനെ തീ അണച്ചു. ആൻഡ് ടു ടെൽ ദ ട്രൂത്ത് നൗ ഹീ ഈസ് എ ലിറ്റിൽ അഫ്രൈഡ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവൻ ഒന്ന് പേടിച്ചു. ഹി ലുക്സ് ഫിയർഫുള്ളി അറ്റ് നോമിതാസ് ഫേസ്. അവൻ ഭയത്തോടെ നോമിതയുടെ മുഖത്തേക്ക് നോക്കി. സീസ് എ ഫയർ ബേണിംഗ് ദ ബ്രൈറ്റ് ബ്ലേസിംഗ് റെഡ്. അവിടെ അവളുടെ മുഖത്ത് തീ കത്തുന്നത് പോലെ കണ്ടു. ശോഭയുള്ള ജ്വലിക്കുന്ന ചുവപ്പ് നിറം കണ്ടു. ഹി ഡസൻറ്റ് ഹാവ് ദ കറേജ് ടു പുട്ട് ഔട്ട് ദാറ്റ് ഫയർ ബൈ സ്ലാപ്പിംഗ് ഇറ്റ് ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ്. ആ തീ തൻ്റെ കൈകൾക്കിടയിൽ കൊണ്ടടിച്ചുകൊണ്ട് അണക്കാനുള്ള ധൈര്യം അവനുണ്ടായില്ല. സോ ഹി ട്രൈസ് ടു pour വാട്ടർ ഓൺ ഇറ്റ്. അതുകൊണ്ട് അതിൽ വെള്ളമൊഴിക്കാൻ നോക്കി. വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി ഹി അറ്റംപ്റ്റ്സ് ടു സ്പീക്ക് നോർമലി. വളരെ പ്രയാസത്തോടെ അവൻ സാധാരണയായി സംസാരിക്കാൻ നോക്കി. യു ലോസ് ഓൾ കോമൺ സെൻസ് വെൻ യു ഗെറ്റ് ആംഗ്രി, ഡോണ്ട് യു? നിനക്ക് ദേഷ്യം വന്നാൽ എല്ലാ ബോധവും നഷ്ടപ്പെടും, ഇല്ലയോ? എ വുമൻ ആൻഡ് സച്ച് ആങ്കർ. ഉഫ്, ഒരു സ്ത്രീ, എന്നിട്ടും ഇത്ര ദേഷ്യം. ഹോ, ഹൂ നോസ് വാട്ട് നോമിത വുഡ് ഹാവ് സെഡ് നെക്സ്റ്റ്. ബട്ട് റൈറ്റ് ദെൻ, ആർക്കറിയാം അടുത്തതായി നോമിത എന്തായിരിക്കും പറയുന്നതെന്ന്. പക്ഷേ അപ്പോൾ തന്നെ ഹർ നീസ് റിനി സ്റ്റെപ്സ് ഇൻ ടു ദ റൂം. അവളുടെ സഹോദരൻ്റെ മകളായ റിനി റൂമിലേക്ക് വന്നു. ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന്, ഷീ സെയ്സ് പിയേഴ്സിംഗ്ലി, വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു. സോ പിയേഴ്സിംഗ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളച്ചു കയറുന്ന രീതിയിൽ. സോ കുരിമ
How much longer does the washerman have to wait? കുരിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിൽ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയെ എന്ന അഭിസംബോധനമാണ്. ഇനി എത്ര നേരമാണ് അലക്കുകാരൻ കാത്തു നിൽക്കേണ്ടി വരിക? If you don't want to give him any of your clothes, at least tell him that. നിങ്ങൾക്ക് നിങ്ങളുടെ വസ്ത്രം അയാൾക്ക് കൊടുക്കേണ്ടതില്ല എങ്കിൽ അതെങ്കിലും അയാളോടൊന്ന് പറയുക. For a second or two, നോമിത is still. 1-2 നിമിഷം അവൾ അങ്ങനെ തന്നെ നിന്നു. Perhaps recalling the washerman's face waiting for her downstairs. ചിലപ്പോൾ അവളെ താഴെ കാത്തു നിൽക്കുന്ന അലക്കുകാരൻ്റെ മുഖം ഓർത്തെടുക്കുകയായേക്കാം. Then she picks up the dirty clothes and starts sorting them. എന്നിട്ട് അവൾ മുഷിഞ്ഞ വസ്ത്രം പെറുക്കി അത് അടുക്കാൻ തുടങ്ങി. സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അടുക്കാൻ. She says in a calm tone, "Go tell him I'm coming. I'm bringing the clothes." നോമിത വളരെ ശാന്തസ്വരത്തിൽ പറഞ്ഞു, ചെന്ന് അയാളോട് പറയൂ ഞാൻ വരുന്നെന്ന്, ഞാൻ തുണികൾ കൊണ്ടുവരികയാണെന്ന്. നോമിത സ്പീക്സ് ഹെർ മൈൻഡ്. നോമിത സ്വയം പറഞ്ഞു. So no one attacks her outright to her face. They only pinch her with sharp words. ആരും അവളെ ഉപദ്രവിക്കുന്നില്ല, പക്ഷേ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുക മാത്രമാണ് ചെയ്യാറുള്ളത്. Her second sister-in-law is almost exhausted with work this morning. അവളുടെ രണ്ടാമത്തെ സഹോദരൻ്റെ ഭാര്യ രാവിലത്തെ ജോലിയിൽ ആകെ തളർന്നിട്ടുണ്ട്. And seeing her, ഇവളെ കണ്ടതും she puts a twisted smile on her sweat-streaked face and says, അവൾ തൻ്റെ വിയർപ്പ് പരന്ന മുഖത്ത് ഒരു ചുളിഞ്ഞ ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, Well, that's something at least. You finally decided to come down from upstairs. ഓ, അവസാനം നീ മുകളിൽ നിന്നും താഴെ ഇറങ്ങാൻ തീരുമാനിച്ചു. Baba, there is no good or bad time for you. You find the smallest excuse to go into your room and get cozy with your husband. നിനക്ക് നല്ലതും ചീത്തതുമായ സമയമൊന്നുമില്ല. നീ ഓരോ കാരണങ്ങൾ കണ്ടെത്തി നിന്റെ മുറിയിൽ പോയിരുന്ന് ഭർത്താവുമൊത്ത് സുഖമായി സമയം ചെലവാക്കുന്നു. Does the love talk never get old? ഈ സ്നേഹസംഭാഷണം ഒരിക്കലും പഴയതാകില്ലേ? നോമിത ലുക്സ് അറൗണ്ട് വൺസ്. നോമിത ഒന്ന് ചുറ്റും നോക്കി. ടു ഗെറ്റ് എ സെൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ, ചുറ്റുപാടിൻ്റെ ഒരു ബോധം ലഭിക്കാൻ വേണ്ടി. സീസ് ദ ഹേർലി ബേർലി ഓഫ് ദ മോർണിംഗ്, പ്രഭാതത്തിൻ്റെ തിക്കും തിരക്കും കണ്ടു. സീസ് ദ ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ ഓൺ എയ്തർ സൈഡ്, രണ്ട് ഭാഗത്തും കാട് പോലെയുള്ള ആളുകളെ കണ്ടു. അത് ജോയിൻറ്റ് ഫാമിലി, കൂട്ടുകുടുംബത്തിൽ അങ്ങനെ ആയിരിക്കും, ഒരുപാട് ആളുകൾ ഉണ്ടാകും. ഹർ വോയിസ് മസ്റ്റ് നോട്ട് ട്രംബിൾ, അവളുടെ ശബ്ദം വിറച്ചില്ല. So she too smiles a small smile and says in an extremely soft voice. അതുകൊണ്ട് തന്നെ അവൾ ഒന്ന് ചെറുതായി പുഞ്ചിരിച്ച് ചെറിയ സ്വരത്തിൽ പറഞ്ഞു, ഓ, ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെയൊന്നുമില്ല. യു ഷുഡ് കം ആൻഡ് പീക്ക് ഇൻ സം ടൈം. അവർ ടോക്ക് ഈസ് ഓൾ ആംഗ്രി ടോക്ക്, ഡു യു നോ? നിങ്ങൾ ഇടയ്ക്ക് വന്ന് എത്തി നോക്കണം. പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക, അങ്ങനെ എത്തി നോക്കുക. നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ സംഭാഷണം എപ്പോഴും ദേഷ്യമുള്ളതായിരിക്കും. മെജോ വൈഫ് ലോവ്സ് ഹൂ ഹൂ ആൻഡ് സേസ്. മെജോ വൈഫ് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു. മെജോ വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ മുതിർന്ന സഹോദരൻ്റെ ഭാര്യ. സ്റ്റോപ്പ് ഇറ്റ് നോ വൈഫ്, ഡോണ്ട് കവർ അപ്പ് ദ ഫോർബിഡൻ ഫിഷ് വിത്ത് യുവർ പേഴ്സ് സ്പിനാച്ച്. നിർത്തൂ നോ വൈഫ്. നോ വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തവൻ്റെ ഭാര്യ. വിലക്കപ്പെട്ട മത്സ്യത്തെ എന്തിനാണ് കപടഭക്തി കൊണ്ട് മറച്ചു പിടിക്കുന്നത് എന്നതൊരു ചൊല്ലാണ്. ഇവിടെ അത് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു കാര്യത്തെ എന്തിനാണ് മറ്റൊരു കാര്യം കൊണ്ട് മറക്കുന്നത് എന്ന രീതിയിലാണ്. വി ഹാവിൻ ബീൻ റൈസ്ഡ് ഓൺ ഡോങ്കി ഗ്രാസ്. ഞങ്ങളെല്ലാവരും കഴുതപ്പുല്ല് കഴിച്ച് വളർന്നവരല്ല. വൈ ഡു വി നീഡ് ടു പീക്ക് ഇൻ? ഞങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അവിടെ കൊളിഞ്ഞു നോക്കുന്നത്? What you are showing us right in front of our eyes 24 hours a day. നിങ്ങൾ എന്താണോ ഞങ്ങളുടെ മുമ്പിൽ 24 മണിക്കൂർ ഒരു ദിവസം കാണിക്കുന്നത്, അതാണ് ഞങ്ങൾക്ക് സത്യം. നോമിത loves a laugh that can bring an attractive flush to a white face. ഒരു വെളുത്ത മുഖത്തേക്ക് ആകർഷകമായ ചുവപ്പ് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ചിരി നോമിത ചിരിച്ചു. ആഫ്റ്റർ laughing that laugh, she says, "Go on, you say the naughtiest things." ആ ചിരി ചിരിച്ച ശേഷം അവൾ പറഞ്ഞു,
ഒന്ന് പോകൂ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെയേ പറയൂ. ദ ബിസി ബോറോ വൈഫ് റൺസ് അപ്പ്. മൂത്ത സഹോദരൻ്റെ ഭാര്യ തിരക്ക് പിടിച്ച് ഓടി വരുന്നു. ഹാവ് യു ചോപ്ഡ് ദ വെജിറ്റബിൾസ് യെറ്റ്? നിങ്ങൾ ഇതുവരെ പച്ചക്കറി മുറിക്കുകയായിരുന്നോ? ഓർ ആർ യു ജസ്റ്റ് ടെല്ലിംഗ് സ്റ്റോറീസ്? അതോ കഥ പറഞ്ഞിരിക്കുകയായിരുന്നോ? ആൻഡ് സഡൻലി ഷീ സ്റ്റോപ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. വാട്ട്സ് ദിസ്? വാട്ട് ഈസ് ദിസ് അൺലക്കി തിങ് നോ വൈഫ്? അവർ പെട്ടെന്ന് നിർത്തി. എന്നിട്ട് പറഞ്ഞു, എന്താണിത്? എന്താണ് ഈ ദുശകുനം നോ വൈഫ്? ഹൗ ഡിഡ് യു ബേൺ യുവർ ആഞ്ചൽ ദാറ്റ് വേ? ഈ രീതിയിൽ എങ്ങനെയാണ് നിന്റെ സാരിയുടെ മുൻഭാഗം കത്തിയത്? നോമിത ടു സ്റ്റാർട്ട്സ് ബട്ട് ഓൺലി ഫോർ എ മൊമെൻറ്റ്. നോമിത പറയാൻ തുടങ്ങി, പക്ഷേ ഒരു നിമിഷം തേക്ക്. ദ നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ്, അടുത്ത നിമിഷം, ഷീ ഫോൾഡ്സ് ദ ആഞ്ചൽ ബാക്ക് ക്വിക്ലി ആൻഡ് സെയ്സ് ലാഫിംഗ്, ഓ ഡോണ്ട് റിമൈൻഡ് മീ. അടുത്ത നിമിഷം അവൾ അത് പിന്നിലേക്ക് മടക്കി എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ അത് എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഇറ്റ്സ് എക്സാക്ട്ലി വാട്ട് യു കീപ് വാർണിംഗ് മീ എബൌട്ട്. അത് തീർത്തും നിങ്ങൾ എന്നെ എപ്പോഴും താക്കീത് തരാറില്ലേ? അതേ കാര്യം തന്നെ. ഐ ഡിഡിൻറ്റ് ലിസൺ. ഞാൻ കേട്ടില്ല. ആൻഡ് സീ വാട്ട് ഹാപ്പൻഡ്. നോക്കൂ എന്താണ് സംഭവിച്ചതെന്ന്. I used my angel to lift a hot pot of water off the stove and that did it. അടുപ്പിൽ നിന്നും വെള്ളം നിറച്ച ചൂടുള്ള പാത്രം എൻ്റെ മുന്താണി കൊണ്ട് എടുത്തു വെക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. നോമിത pulls the basket of potatoes towards herself and sits down to peel potatoes. നോമിത തൻ്റെ അടുത്തേക്ക് ഉരുളൻകിഴങ്ങിൻ്റെ കൊട്ട നീക്കി അതിൻ്റെ തൊലി കളയാൻ വേണ്ടി ഇരുന്നു. ആൻഡ് ഇൻ ഹെർ മൈൻഡ് ഷീ കീപ്സ് തിങ്കിങ് അബൌട്ട് ഹൗ ഷീ മൈറ്റ് ബി ഏബിൾ സീക്രറ്റ്ലി ടു സെൻഡ് ഹെർ മദർ എ ഫ്യൂ റുപ്പീസ്. അവളുടെ മനസ്സിൽ മുഴുവൻ എങ്ങനെയാണ് അമ്മയ്ക്ക് രഹസ്യമായി കുറച്ചു പണം അയക്കാൻ കഴിയുക എന്നായിരുന്നു. ഷീ കാൺ റിയലി റൈറ്റ് ടു ഹെർ. ഐ കാൺ ഡു എനി മോർ. ഡോണ്ട് ഹോപ്പ് എനിത്തിങ് ഫ്രം മീ. എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് അവൾക്ക് വ്യക്തമായി എഴുതാൻ കഴിയില്ലായിരുന്നു. ഓവർ ദ എൻറ്റയർ വില്ലേജ് നോസ് നോമിത ഈസ് എ ക്വീൻ. മാത്രമല്ല അവിടെ ഉടനീളം ഗ്രാമത്തിന് മുഴുവൻ അറിയാം നോമിത ഒരു രാജ്ഞിയാണ്. നോമിതാസ് ഹസ്ബൻഡ് ഈസ് ഹൈ മൈൻഡഡ്, ലാർജ് ഹേർട്ടഡ്. നോമിതയുടെ ഭർത്താവ് വലിയ മനസ്സുള്ളവനാണ്, വിശാല ഹൃദയനാണെന്ന്. This is precisely why I compare women to matchboxes. ഇതുകൊണ്ടാണ്, ഈ കാരണം കൊണ്ടാണ് ഞാൻ സ്ത്രീകളെ തീപ്പെട്ടികളോട് താരതമ്യം ചെയ്യുന്നത്. Even when they have the materials within themselves to set off many raging fires, they never flare up and burn away the mask of men's high-mindedness, their large-heartedness. അനേകം തീജ്വാലകൾ കത്തിപ്പടരാനുള്ള അത്രയും ശക്തി തങ്ങളുടെ ഉള്ളിലുണ്ടെന്നെങ്കിലും അവർക്ക് ആളിക്കത്തി പുരുഷന്മാരുടെ വിശാല ഹൃദയത്തിൻ്റെ മുഖംമൂടി കത്തിച്ചാമ്പലാക്കുവാൻ കഴിയില്ല. ദേ ഡോണ്ട് ബേൺ എവേ ദെയർ ഓൺ കളർഫുൾ ഷെൽസ്. അവരുടെ നിറമുള്ള വർണ്ണാഭമായ തോട് അവർക്ക് കത്തിക്കാനാകില്ല. ദേ വോണ്ട് ബേൺ ദം. ദ മെൻ നോ ദിസ് ടു. അവർ ഒരിക്കലും അത് കത്തിക്കില്ല. ഇത് പുരുഷന്മാർക്കും നന്നായിട്ടറിയാം. ദാറ്റ്സ് വൈ ദേ ലീവ് ദം സ്കാറ്റേർഡ് സോ കെയർലെസ്ലി ഇൻ ദ കിച്ചൺ, ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം, ഹിയർ, ദ എനിവേർ. അതുകൊണ്ട് തന്നെ അവർ അവരെ അടുക്കളയിലും സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തും കിടപ്പുമുറിയിലും ഇവിടെയും അവിടെയും എവിടെയും ശ്രദ്ധയില്ലാതെ ഉപേക്ഷിക്കുന്നു. Quite without fear, they put them in their pockets. തീർത്തും ഭയമില്ലാതെ അവർ അവയെ അവരുടെ കീശയിലിടുന്നു. ഇവിടെ കീശ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷൻ്റെ അധീനതയിൽ എന്നാണ്. ഈ ഒരു പാഠഭാഗത്തിലുടനീളം സ്ത്രീയെ ഒരു തീപ്പെട്ടിയായിട്ടാണ് പുരുഷൻ കാണുന്നത് എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ കഥ. ഈ കഥ ബംഗാളിൽ നിന്നും പരിവർത്തനം ചെയ്തത് രചയിതാവായ പ്രസഞ്ജിത്ത് ഗുപ്ത എന്ന വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. സോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.